ഇപ്പോൾ ശബരിമലയിലെ അവിടെ സ്വർണം പൂശിയിരുന്ന ആ സ്വർണം കാണാനില്ല. ഇതിപ്പോൾ സാധാരണ എന്ത് ആരോപണം ഉണ്ടാകുമ്പോഴും സഖാക്കന്മാരും സൈബർ സഖാക്കന്മാരും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് വ്യാജ ആരോപണമല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അവിടെ സ്വർണം ഉണ്ടായിരുന്നു, സ്വർണം പൂശിയതാണ്, അതിന് പല സ്വർണം പൊതിഞ്ഞതാണ്. എന്തായാലും സ്വർണം അവിടെ ഉണ്ടായിരുന്നു. ആ സ്വർണം ഇവര് പുതുക്കി പണിയാൻ പോയിട്ട് അതിപ്പോ ചെമ്പായി മാറി. സ്വർണം ഒന്ന് മിനുക്കുമ്പോൾ അത് ചെമ്പായി മാറിയ ആ ഒരു പ്രതിഭാസം ഇവരെങ്ങനെയാണ് നടപ്പിലാക്കിയെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാജ ആരോപണമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അത് VD സതീശന്റെ തലയിൽ വെക്കാൻ നോക്കുന്നു. പിന്നെ അടുത്ത് ഈ ഓരോ അവതാരങ്ങളെ കൊണ്ടിറക്കുകയാണ്. എന്തിനാണ്? അവരുടെ തലയിൽ വെച്ച് ഇവർ കൊടിയാൻ. പക്ഷേ ഈ 9 കൊല്ലമായി ഇടതുപക്ഷം തന്നെയാണ് ഈ കേരളം ഭരിക്കുന്നതും ദേവസ്വം ഭരിക്കുന്നതും എല്ലാം. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ വാസവൻ ഭരിക്കുന്നു. ഇവരെല്ലാം പിന്നെ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയതിൽ ഒരു പ്രധാന ഉദ്ദേശം, ശരി, അയാളുടെ മോറൽ സൈഡ് എന്തായിക്കോട്ടെ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക, അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഒരു നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഒതുക്കിയതായിട്ട് ഇവരങ്ങ് സമാധാനിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ സ്വർണ്ണപ്പാളി കട്ട സംഭവത്തിൽ ഇപ്പൊ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഈ സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്.